ഭരണഘടനയും പൊക്കിപ്പിടിച്ച് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി. ബിജെപിയെ ഇന്ത്യ മഹാരാജ്യം ഭരിക്കാനും 22 സംസ്ഥാനങ്ങളിൽ ഭരണം പിടിക്കാനും സഹായം ചെയ്തത് മുഴുവൻ ഈ മുതലാണ്. ഈ കഴിവുകെട്ടവനെയാണ് കഴിഞ്ഞ 25 കൊല്ലമായി ഭാവി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാണിക്കുന്നത്. ഇത് ജിതിൻ ജേക്കബ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പിലെ പ്രധാന വാചകങ്ങളാണ്. ഇതാരെക്കുറിച്ചാണ് എന്ന് പ്രേക്ഷകരോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നടക്കുന്നതും കഴിഞ്ഞ 25 കൊല്ലമായി ഭാവി ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ഭാവേന നടക്കുന്നതും ആരാണ് എന്നത് രാജ്യം മുഴുവൻ അറിയുന്ന കാര്യം. തിരഞ്ഞെടുപ്പ് ഫലം മെയ് 4 പുറത്തു വന്നു. കേരളത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും സത്യപ്രതിജ്ഞ കഴിഞ്ഞു. പുതിയ മന്ത്രിസഭ അധികാരമേറ്റു. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ ഇന്നാണ് സത്യപ്രതിജ്ഞ. കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകിയ UDF മുന്നണി 102 സീറ്റുമായി മൃഗീയ ഭൂരിപക്ഷമാണ് നേടിയത്. ഇത്രയും ദിവസം കഴിഞ്ഞിട്ടൊരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ രാഹുൽ ഗാന്ധിക്കും കുടുംബത്തിനും സാധിച്ചിട്ടില്ല എന്നത് വളരെ വലിയ ഒരു നാണക്കേടായി ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഇയാൾ വെറും ദുർബലനാണ് എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഒരു കാര്യത്തിലും തീരുമാനമെടുക്കാൻ പോലും കെൽപ്പില്ലാത്ത ആൾ. BJP ഇന്ത്യ മഹാരാജ്യം ഭരിക്കാനും 22 സംസ്ഥാനങ്ങളിൽ ഭരണം പിടിക്കാനും സഹായം ചെയ്തത് മുഴുവൻ ഈ മുതലാണ്. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോലും ജയിക്കാൻ കഴിയാതെ കോൺഗ്രസ് തമിഴ്നാട്ടിൽ DMKയുടെ കാരണവും കൊണ്ട് 5 സീറ്റിൽ ജയിച്ച ശേഷം അടുത്ത ദിവസം മറുകണ്ഠം ചാടി. അതിനെ രാഹുൽ ഗാന്ധിയുടെ ചാണക്യതന്ത്രം എന്നൊക്കെ പല മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നു. എങ്കിലും DMK പിന്നിൽ നിന്ന് കുത്തി എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം, ഒഴിച്ചുകൂടാനാവാത്ത യാഥാർത്ഥ്യം. അതോടെ BJPക്കെതിരെ ഉണ്ടായിരുന്ന പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യവും പൊളിഞ്ഞു. രാഹുൽ ഗാന്ധി പൊളിച്ചു എന്നതാണ് കൂടുതൽ ശരി. ദില്ലിയിൽ ചർച്ചയ്ക്ക് ചെന്ന KPCC മുൻ പ്രസിഡന്റുമാരോട് ഈ വിഷയത്തിൽ ഒരു പരിഹാരം പറയാൻ രാഹുൽ പറഞ്ഞു അത്രേ. അതായത് രാഹുലിന്റെ കയ്യിൽ ഒരു പരിഹാരവുമില്ല, ദേശീയ നേതാവാണ് എന്ന് പറഞ്ഞ് ചുമ്മാ ഞെളിഞ്ഞ് നടക്കുന്നു എന്ന് മാത്രം. ഈ കഴിവുകെട്ടവനെയാണ് കഴിഞ്ഞ 25 കൊല്ലമായി ഭാവി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ഉയർത്തി കാണിക്കുന്നത് എന്ന് ഓർക്കണം എന്ന് ജിതിൻ ജേക്കബ് പറയുന്നു. 3-2 ഭൂരിപക്ഷം ഉണ്ടായിട്ട് ഒരു മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാൻ കഴിവില്ലാതെ അടയിരിക്കുന്ന ഇയാളാണ് ഇനി ഇന്ത്യയെ രക്ഷിക്കാൻ പോകുന്നത്. ഭരണഘടനയും പൊക്കിപ്പിടിച്ച് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഇളിച്ചുകൊണ്ട് നിൽക്കാം എന്ന് മാത്രം. ഇതിലും കൂടുതലായിട്ട് ഇനി രാഹുൽ ഗാന്ധിയെ വിമർശിക്കാൻ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയിലുള്ള പോരായ്മകൾ എന്തൊക്കെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇതിലും നന്നായി മറ്റൊരു പോസ്റ്റിന് സാധിക്കുകയില്ല. ഇതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും, ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ പലരുടെയും ഉള്ളിലുള്ള ചിന്തകൾ ഇത് തന്നെയായിരിക്കും. പക്ഷെ എതിർത്ത് പറയാനാകില്ലല്ലോ, അതുകൊണ്ട് തന്നെ പലരും മൗനം അവലംബിക്കുന്നുണ്ടാകും. പക്ഷെ ആ മൗനം ഇങ്ങനെ അവലംബിക്കുന്നത് കേരളത്തിന് വലിയ ദോഷം ചെയ്യും. കേരളത്തിൽ ഒരു നാഥനില്ല കളരിയായി കേരളം മാറുന്നു. അത് കണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, അതായത് കഴിഞ്ഞ തവണ അധികാരത്തിലിരുന്ന ഇടതുപക്ഷം പോലും ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇത്രത്തോളം നാണക്കേട് കേരളത്തിന് ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന അഭിമാനം കൂടി ഇനി കേരള കോൺഗ്രസിന് സ്വന്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.